ഹായ്, അസ്സലാമു അലൈക്കും. വെയിറ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യണ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആൻഡ് മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഡിഷ് റെഡിയാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഈ ഒരു ലോ ഫാറ്റ് ഫുഡ് നമ്മളെ ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ വൺസ് ഇൻ എ വീക്കെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ട തന്നെയാണ് കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും ഫൈബർ റിച്ചും പ്രോട്ടീൻ റിച്ചൊക്കെ ആണെങ്കിലും ഇത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡും കൂടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നുള്ളത് നോക്കാം. ഇതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒരു കപ്പ് റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ മുത്താറി മില്ലറ്റ് എന്നൊക്കെ പറയണ ആ ഒരു പൗഡറും ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ്. ഈ രണ്ട് പൊടികളും നമുക്കൊരു ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൗഡിൻ്റെ അതിലേക്ക് ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള ഈ ചോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പൗഡറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ടുപൊടിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ അതിന് അങ്ങനെ ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കട്ട കെട്ടാണ്ട് നനച്ചെടുക്കുക. ഇതപ്പോൾ നന്നായിട്ട് തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കണ്ടോ, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബോളായിട്ട് പിടിക്കാൻ പറ്റണം. എന്നാലും പൊടിച്ചെടുക്കുമ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ നനച്ച് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു ഡിഷ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി എൻ്റെ മേലെ ഒരു പൊടിൻ്റെ മിക്സ് നമ്മൾ എൻ്റെ മേലെ ഈവണായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഒരേ ലെവലിൽ തന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ അത്രയും കുറച്ച് പൊടി എടുത്തുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലെയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കംപ്ലീറ്റ് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അധികമായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കണ്ട, ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈവണായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അത് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫുള്ളി ഒന്ന് ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
ഇനി അതവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ റെഡ് ചില്ലി ക്രഷാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ വറ്റൽമുളകായി ചേർത്താലും മതി. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒണിയനൊന്നും നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്നും ആയിപ്പോകരുത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒണിയന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അതെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു സവാള തന്നെ ചേർത്തിട്ടാക്കിയതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ഉള്ളിലേക്കും കൂടെ ഒന്ന് വേവുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു സ്റ്റീമറിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇനി വേവിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഒനിയൻ ചില്ലിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ചെറുപയറാണ്. ഇതാണ് ഞാൻ അധികം വെള്ളം ചേർക്കാണ്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതൊരു ഗ്രേവി ടൈപ്പിലല്ല വേണ്ടത്, അതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ സ്റ്റീമറിന്നത് പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ അത് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിതൊരു ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുത്താറി സ്റ്റീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ കഴിക്കുന്നത് ഒരു ചെറുപയറിൻ്റെ സൈഡ് ഡിഷും പിന്നെ മീൻ മുളകിട്ടതും കൂടെ ആയിരുന്നു. ഇത് എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ഷുഗർ പേഷ്യൻസിനൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഒന്നത് വീക്ക്ലി വൺസൊക്കെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് നല്ലതാണ്, ഒരു ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇനിയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന റെസിപ്പീസായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.